22 വയസ്സാകുമ്പോൾ പെൺകുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ? ഇല്ലെങ്കിൽ നടക്കുക ലവ് ജിഹാദ് ആയിരിക്കും. പെൺപിള്ളേരെ കെട്ടിച്ചു വിടാതെ നിർത്തുന്ന അപ്പന്മാരെ തല്ലുകയാണ് വേണ്ടത്. ഇങ്ങനെയൊക്കെയാണോ ഒരു രാഷ്ട്രീയ നേതാവ് പറയേണ്ട വാക്കുകൾ? PC ജോർജ് എന്തിനാണ് വിഷവും വെറുപ്പും മാത്രം കേരള സമൂഹത്തിൽ പരത്തുന്നത്? ക്രിസ്ത്യാനികൾ നിർബന്ധമായും ഒരു 24 വയസ്സിനകം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കണമെന്ന് പറയുന്നത് മീനച്ചിൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ്. അതും KCBC സംഘടിപ്പിച്ച ചടങ്ങിൽ. ഈ കണക്കുകൾക്ക് അടിസ്ഥാനമുണ്ടോ? അടിസ്ഥാനമില്ലാത്ത കണക്ക് പറഞ്ഞ് വെറുപ്പ് പടർത്താൻ KCBCയും കുട പിടിക്കുകയാണോ? ലവ് ജിഹാദിന്റെ പേരിൽ ഒരു കേസെങ്കിലും കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഈ ആരോപണങ്ങൾ പലതവണ വന്നപ്പോൾ കോടതിയിൽ പടക്കം പൊട്ടുന്നത് പോലെ പുകയായി അവസാനിച്ചത് മറന്നുപോയോ? എല്ലാ മിശ്ര വിവാഹങ്ങളെയും ലവ് ജിഹാദ് എന്നും ഘർ വാപ്പസി എന്നും വിളിക്കുന്നത് എന്തിനാണെന്നായിരുന്നു ഹൈക്കോടതി ചോദിച്ചത്. അതും മറന്നുപോയോ? കയ്യിൽ കേസുകളുടെ വിവരമുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ ധൈര്യമുണ്ടാകണം നേതാവിന്. അല്ലാതെ കാടടച്ച് വെടിവെക്കാൻ ആരാണ് ഒരു രാഷ്ട്രീയ നേതാവിന് ലൈസൻസ് നൽകിയത്? മിശ്ര വിവാഹം ഇത്ര ഭീകരമായ കുറ്റമാണെങ്കിൽ അത് കുടുംബത്തിലെ തിരുത്തേണ്ട PC എന്ന് മറ്റുള്ളവരെ കൊണ്ട് ചോദിപ്പിക്കുന്നത് എന്തിനാണ്? ചില ബിഷപ്പുമാരുടെ പോക്കറ്റിലെ കണക്കുകളല്ല കേരളത്തിലെ യഥാർത്ഥ സ്ഥിതി. ഈ വിഷം ഇങ്ങനെ പരത്താൻ രാഷ്ട്രീയ കേരളം കൂട്ടുനിൽക്കരുത്. പ്രസംഗം വിശദമായി പരിശോധിച്ച് നിയമവശം പരിശോധിച്ച് കേസെടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് തീരുമാനിക്കാൻ കവടി നിരത്തുന്ന കേരള പോലീസ് എന്തും ചെയ്യട്ടെ. നാടിന് കൃത്യമായ നിലപാടെടുക്കാൻ കഴിയണം.